ഒരു കമ്പനിയിൽ പല തരത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. കമ്പനീസ് ആക്ട് 2013 ഈ മീറ്റിങ്ങുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് ആർ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. And in this slide, I'm trying to present the topic that shareholders meeting. ഷെയർഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഓഫ് ദി ഫോളോയിങ്. ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് 3 തരത്തിൽ നമുക്ക് പറയാം. 3 എണ്ണത്തിലൊന്നാണ്. ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആൻഡ് ക്ലാസ് മീറ്റിംഗ്. സോ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ക്യാൻ ബി എനി ഓഫ് ദി ഫോളോയിങ്. First one is annual general meeting. Annual general meeting as per section 96. A meeting of general body may be called general meeting. ജനറൽ മീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ബോഡിയുടെ ഒരു ഒത്തുചേരലാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗെറ്റ് ദെയർ പവർ ടു ഡു സെർട്ടൻ ആക്ട്സ് ആഫ്റ്റർ ഗെറ്റിംഗ് കൺസെൻറ്റ് ഓഫ് ദി കമ്പനി അറ്റ് ദർ ജനറൽ മീറ്റിംഗ്. ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിലാണ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പല കാര്യങ്ങളും ചെയ്യാനുള്ള കൺസെൻറ്റ് ലഭ്യമാകുന്നത്. So that is another point regards annual general meeting. And a general meeting may be an annual general meeting or extraordinary general meeting. ജനറൽ മീറ്റിങ്ങിന് നമുക്ക് 2 തരത്തിൽ കൂടാം. ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, രണ്ടാമത്തെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഉണ്ട്. മറ്റൊരു പ്രത്യേകത, ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ കമ്പനി മീറ്റിംഗ്. ഒരു കമ്പനിയുടെ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആൻഡ് അനദർ പോയിന്റ് ഈസ് ദാറ്റ് ദ പർപ്പസ് ഓഫ് ദ മീറ്റിംഗ് ഈസ് ടു ഗീവ് ഫുൾ ഇൻഫോർമേഷൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രോഗ്രസ് ബൈ ദ കമ്പനി ഡ്യൂറിങ് ദ ഇയർ. ഒരു കമ്പനി അവരുടെ ഒരു വർഷത്തെ പെർഫോമൻസിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അതിൻ്റെ ഒരു ഫുൾ ഇൻഫോർമേഷൻ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുന്നത്. ഓക്കെ, ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു, അതിൽ നിന്ന് അവർക്ക് പ്രോഗ്രസ് ലഭ്യമായിട്ടുണ്ടോ എന്നതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. സോ അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് എ മീറ്റിംഗ് ഈസ് ടു ഗീവ് ഫുൾ ഇൻഫോർമേഷൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രോഗ്രസ് ബൈ ദ കമ്പനി ഡ്യൂറിങ് ദി ഇയർ. നെക്സ്റ്റ് പോയിന്റ്, പീരീഡ് ഓഫ് ഹോൾഡിംഗ് ദ മീറ്റിംഗ്. ഒരു കമ്പനിയുടെ മീറ്റിംഗ് കൂടുന്നതിൻ്റെ ടൈം ഗ്യാപ്പ് ഇതുവരെ ആകാം എന്നുള്ളതിനെ പറ്റിയാണ്. Every company other than one-man company shall hold its annual general meeting within the period of 9 months from the date of closing of financial year of the company. ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കമ്പനിയുടെ അവിടെ ആദ്യത്തെ ജനറൽ മീറ്റിംഗ് കൂടേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് 9 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിരിക്കണം. എന്നാൽ സബ്സിക്വൻറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്, ആനുവൽ ജനറൽ മീറ്റിംഗ് പിന്നീടുള്ള വർഷങ്ങളുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് അവർ കൂടേണ്ടത് ഓരോ ഫിനാൻഷ്യൽ ഇയറും കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ കൂടിയിരിക്കണം. സോ സബ്സിക്വൻറ്റ് മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സ്റ്റാർട്ടിംഗ് കേസിൽ 9 മന്തിനുള്ളിൽ കൂടിയിരിക്കണം, സബ്സിക്വൻറ്റ് ഇയറിൽ 6 മാസത്തിനുള്ളിൽ മീറ്റിംഗ് കൂടിയിരിക്കണം എന്ന് പറഞ്ഞത്. ഗ്യാപ്പ് ബിറ്റ്വീൻ 2 meetings ഷാൾ നോട്ട് ബി മോർ ദാൻ 15 months. ആദ്യം പറഞ്ഞത് 9 മാസത്തിനുള്ളിൽ, ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടത് 9 മാസത്തിനുള്ളിലായിരിക്കണം. ഇത് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. സബ്സിക്വൻറ്റ് ഇയറിൽ അവർ കൂടേണ്ടത് 6 മാസത്തിനുള്ളിൽ കൂടണമെന്നുണ്ട്. എന്നാൽ 2 മീറ്റിംഗ് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മാസത്തിൽ കൂടുവാൻ പാടില്ല. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 meetings ഷാൾ നോട്ട് ബി മോർ ദാൻ 15 months. മറ്റൊരു പ്രത്യേകത, every annual general meeting shall be called during business hours. മീറ്റിംഗ് വിളിക്കേണ്ടത് ബിസിനസ് അവറിലായിരിക്കണം. ഈ ബിസിനസ് അവർ എന്ന് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ബിറ്റ്വീൻ 9 AM ആൻഡ് 6 PM ഓഫ് എനി ഡേ. ഏത് ദിവസവും എൻ്റെ ബിസിനസ് അവറായിട്ട് കമ്പനീസ് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 9 മണി, രാവിലെ 9 മണി, 9 AM to 6 PM. പക്ഷെ മറ്റൊരു പ്രത്യേകത, ദാറ്റ് ഈസ് നോട്ട് എ national holiday and shall be held either at the registered office of the company or some other places within the city or within the town or within the village in which the registered office of the company situates. അതായത് ഒരു കമ്പനി ഒരു ബിസിനസ് അവേഴ്സിലാണ് മീറ്റിംഗ് വിളിച്ച് കൂട്ടേണ്ടത് 9 AM to 6 PM.
അത് നാഷണൽ ഹോളിഡേ ദിവസമാകാൻ പാടില്ല. മാത്രമല്ല അത് വിളിച്ചു കൂട്ടേണ്ടത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് മീറ്റിംഗ് കൂടേണ്ടത്. എന്നാൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെ കൂടണമെന്നില്ല. ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സിറ്റിയിലോ ടൗണിലോ വില്ലേജിലോ ഉള്ള പ്ലേസിൽ നമുക്കിത് മീറ്റിംഗ് കൂടാമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത നോട്ടീസ് ഓഫ് ദ മീറ്റിങ്ങിനെ പറ്റിയാണ്. ഒരു കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നതിന് നോട്ടീസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ടു കോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് by giving 21 days notice to all the members entitled to attend the meeting. ഒരു ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ളവർ എൻറ്റൈറ്റിൽ ചെയ്യുന്ന ഏതൊക്കെ വ്യക്തികളാണോ അവർക്ക് 21 ദിവസം മുമ്പേ നോട്ടീസ് എത്തിച്ചിരിക്കണം, ജനറൽ ബോഡി മീറ്റിംഗ് കൂടാൻ പോവാണെന്ന് അറിയിച്ചുകൊണ്ട്. ആൻഡ് ദ നോട്ടീസ് മേ ബി സേവ് എയ്തർ ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ് സച്ച് ആസ് ഇമെയിൽ. നേരിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. And the notice of general meeting of a company shall be simultaneously placed on the website of the company, if any, and on the website as may be notified by the central government. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലും ഇനി കമ്പനിക്ക് വെബ്സൈറ്റ് ഉണ്ടാകുമെങ്കിലും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇവരുടെ നോട്ടീസിൻ്റെ ഒരു കോപ്പി പബ്ലിഷ് ചെയ്തിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് ഈ നോട്ടീസ് ഓഫ് ദ മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്. എ ജനറൽ മീറ്റിംഗ് മേ ബി കോൾഡ് ആഫ്റ്റർ ഗിവിങ് ഷോർട്ട് നോട്ടീസ്. ഇപ്പം 21 ഡേയ്സിന് മുമ്പിൽ നോട്ടീസ് കൊടുത്ത് വേണം ജനറൽ ബോഡി മീറ്റിംഗ് കൂടാൻ. എന്നാൽ ഷോർട്ട് നോട്ടീസ് കൊടുത്ത് നമുക്ക് ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് കൺസെൻറ്റ് ഈസ് ഗിവൺ ഇൻ റൈറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മോഡ് ബൈ നോട്ട് ലെസ് ദാൻ 95% ഓഫ് ദ മെമ്പേഴ്സ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് സച്ച് മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ 95% മുകളിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് കിട്ടിയിരിക്കണം ഇൻ റൈറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മീഡിയ. ആ കൺസെൻറ്റ് കിട്ടിയെങ്കിൽ ഷോർട്ട് നോട്ടീസ് വെച്ച് നമുക്ക് മീറ്റിംഗ് കൂടാൻ കഴിയുന്നതാണ്. ആൻഡ് എവറി നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി സ്പെസിഫൈ ദ പ്ലേസ്, ഡേറ്റ്, ഡേ ആൻഡ് ദ ഹവേഴ്സ് ഓഫ് ദ മീറ്റിംഗ് ആൻഡ് ഷാൾ കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ടു ബി ട്രാൻസാക്ട് അറ്റ് ദ മീറ്റിംഗ്. അപ്പോൾ നോട്ടീസിനകത്ത് പറയേണ്ട അടുത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് സ്പെസിഫൈ ദ പ്ലേസ് ആൻഡ് ദ ഡേ ആൻഡ് ദ എക്സാക്ട് ഡേറ്റ് ആൻഡ് ഓൾസോ ദ ഹവേഴ്സ്, വാട്ട്സ് ദ ടൈം, വെൻ വിൽ ഇറ്റ് സ്റ്റാർട്ട്, എപ്പോഴാണ് ഇത് തുടങ്ങുന്നത് എന്ന് എക്സാക്ട്ലി പറഞ്ഞിരിക്കണം. അത് മാത്രമല്ല, ഇറ്റ് ഷാൾ ഓൾസോ കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ എന്താണോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് അതിനെപ്പറ്റിയും മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, നോട്ടീസ് ഓഫ് എവറി മീറ്റിംഗ് ഷാൾ ബി ഗിവൺ ടു ഹും. ആർക്കൊക്കെയാണ് ഈ നോട്ടീസ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, എവറി മെമ്പർ ഓഫ് ദി കമ്പനി, കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനും നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എനി ഡിസീസ്ഡ് മെമ്പർ, ഒരു ഡിസീസ്ഡ് മെമ്പർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് നോട്ടീസ് അയക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഒരു ഇൻസോൾവെൻറ്റ് മെമ്പർ ആണെങ്കിൽ അയാളുടെ ഒഫീഷ്യൽ അസൈനി ആരാണോ അയാൾക്ക് നോട്ടീസ് അയച്ചു കൊടുക്കണം. ദെൻ ദ ഓഡിറ്റർ ഓർ ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഓഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ ഓഡിറ്ററിനോ, ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ അയാൾക്ക് നോട്ടീസ് അയച്ചു കൊടുത്തിരിക്കണം. അടുത്ത പോയിന്റ്, എവറി ഡയറക്ടർ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഓരോ ഡയറക്ടറിനും നോട്ടീസ് അയച്ചു കൊടുക്കണം. അപ്പോൾ ആർക്കൊക്കെ അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സിനും, അതല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പർ ആണെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഒരു ഇൻസോൾവെൻറ്റ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അസൈനിക്ക് അയച്ചു കൊടുക്കണം, എല്ലാ ഓഡിറ്റേഴ്സിനും അയച്ചു കൊടുക്കണം, ഡയറക്ടറിനും അയച്ചു കൊടുക്കണം. അടുത്ത ഇഫക്റ്റ് ഓഫ് നോൺ കംപ്ലൈൻറ്റ്സ് ആണ്. ഒരു കമ്പനി ഇതുപോലെ മീറ്റിംഗ് യഥാസമയം കൂടിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇഫക്റ്റ്? ഇഫ് എനി ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ബൈ ദ കമ്പനി ഇൻ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ്, ദെൻ there is a power on the part of the tribunal to call annual general meeting as per section 97, and it is on the basis of an application made by any member of the company. കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ കൊടുക്കുന്ന റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രിബ്യൂണലിന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള റൈറ്റ് ഉണ്ട് ആസ് പെർ സെക്ഷൻ 97 പ്രകാരം. ഇനി ഒരു ട്രിബ്യൂണൽ ഓർഡർ ചെയ്ത പ്രകാരവും അല്ലെങ്കിൽ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നില്ല, ഇഫക്റ്റ് ഓഫ് നോൺ കംപ്ലൈൻറ്റ്സ്. അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കോളിംഗ് എ മീറ്റിംഗ് അക്കോർഡിംഗ് ടു സെക്ഷൻ 96, ദാറ്റ് ഈസ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് സെക്ഷൻ 96 ഡീൽ ചെയ്യുന്നത്. ഇനി അതല്ല, സെക്ഷൻ 97 ആനുവൽ ജനറൽ മീറ്റിംഗ് ആസ് പെർ ദ ട്രിബ്യൂണൽ ഡിറക്ഷൻ, ഓർ ആസ് പെർ സെക്ഷൻ 98 മീറ്റിംഗ് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആസ് പെർ ദ ട്രിബ്യൂണൽ ഡയറക്ഷൻ. ഈ 3 സിറ്റുവേഷനിലും ഇവർ ടൈമിൽ തന്നെ മീറ്റിംഗ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ, ദ കമ്പനി ആൻഡ് എവറി ഓഫീസർ ഓഫ് ദി കമ്പനി who is in default shall be punishable with fine
which may extend to 1 lakh rupees, and in case of continuing the default, with a further fine which may extend to 5,000 rupees for every day during which such default continues. അപ്പോൾ മീറ്റിംഗ് വിളിച്ച് കൂടിയില്ലെങ്കിലുള്ള അവരുടെ പണിഷ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിക്കും അതിലെ ഓരോ റെസ്പോൺസിബിൾ മെമ്പേഴ്സിനും ഫൈൻ ഉണ്ടാവും. ആ ഫൈൻ 1,00,000 വരെ എക്സ്റ്റെൻഡ് ആകും. അത് മാത്രമല്ല, ഈ ഫൈൻ ഈ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഫർദർ ഫൈനും അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് മാക്സിമം 5,000 വരെ ആകാം. ഏത് ഓരോ ദിവസവും 5,000 വീതം എപ്പോഴാണോ മീറ്റിംഗ് കൂടുന്നത് അതുവരെ ഈ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പീരീഡ് ഓരോ ദിവസവും 5,000 വെച്ച് പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും.